എങ്ങനെയുണ്ടോ വടയൊക്കെ? എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട്? ഞായറാഴ്ച ആയിട്ട് നമ്മൾ അങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് രാകേഷ് പെട്ടെന്ന് പറയുന്നത് നമുക്ക് തമിഴ്നാട്ടിലൊന്ന് പോയാലോ എന്ന്. എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ആകാമെന്ന് വെച്ചു. പെട്ടെന്ന് ഞങ്ങളെല്ലാവരും റെഡിയായി. ഞാനുണ്ട്, അനുവുണ്ട്, അംബികയുണ്ട്, മോനുണ്ട്, രാകേഷുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് സാവകാശം തമിഴ്നാട് ലക്ഷ്യമാക്കി പോവുകയാണ്. നമ്മുടെ കുമളി ടൗണൊക്കെ കഴിഞ്ഞ് നേരെ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കണ്ടു തുടങ്ങി. തമിഴ്നാട് ബസ്സുകളുമൊക്കെ പോകാൻ തുടങ്ങുന്നു. തമിഴ്നാട്ടിലെ കാഴ്ചകളാണ് പിന്നെ നമ്മൾ കാണുന്നത്. പക്ഷേ കുമളി കഴിഞ്ഞ് അങ്ങോട്ടൊരു 1 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ വനമാണ്. വനമെന്ന് പറഞ്ഞാൽ തേക്കടി വനത്തിൻ്റെ ഭാഗങ്ങളാണ്. തേക്കടി ടൈഗർ റിസർവിൻ്റെ ഭാഗമായ ഏരിയകളൊക്കെ കാണുന്നത്. വലിയ മൃഗങ്ങളൊന്നുമില്ല കേട്ടോ. കുറച്ച് കുരങ്ങും അതുപോലുള്ള ചെറിയ ചെറിയ ജീവികളൊക്കെ നമുക്കിവിടെ കാണാനുള്ളൂ. പക്ഷേ യാത്ര എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. നല്ല സുന്ദരമായ കാലാവസ്ഥയും നല്ല കാറ്റും നല്ലതാണ്. ഈ വനത്തിൻ്റെ വനഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ വഴിയിൽ ഇഷ്ടംപോലെ കുരങ്ങുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ കുരങ്ങുകളല്ലാതെ വേറെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പിന്നെ ഈ വഴി അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് പെൻസ്റ്റോക്ക് പൈപ്പുകൾ, ഈ ലോറിക്കാമ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തേക്കടിയിൽ നിന്ന് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നതാണ് ഈ പെൻസ്റ്റോക്ക് പൈപ്പുകൾ. ഇതൊക്കെ നമുക്ക് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. കണ്ണിന് നല്ല വിരുന്നാണ് ശരിക്കും ഈ ഭാഗമൊക്കെ കാണാൻ തന്നെ. നമ്മളെങ്ങോട്ടാ പോണേ? കമ്പത്തോ? അവിടെ ചെന്ന് നമ്മള് ഫുഡ് കഴിക്കാൻ പോകുന്നു. തമിഴ്നാട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ്. നമ്മള് പൊറോട്ട കഴിക്കോ അല്ലെങ്കിൽ ചപ്പാത്തിയാണോ മസാല അത് പോട്ടെ കഴിച്ചു. അപ്പൊ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ തീരുമാനം ഇല്ല. അപ്പൊ തമിഴ്നാട്ടിൽ പിന്നെ വേറൊരു കാര്യമാണ്. എവിടെ നോക്കിയാലും ചെറിയ ചെറിയ കടകളും ചെറിയ ബിസിനസ്സുകളും ഈ മുന്തിരിപ്പഴവും ഒക്കെ വിൽക്കുന്ന കടകളൊക്കെ കാണാം. പിന്നെ എല്ലായിടത്തും ക്ഷേത്രങ്ങളും ശിവലിംഗങ്ങളും ദേവിയുടെ വിഗ്രഹങ്ങളും ഇങ്ങനെയുള്ള ഒത്തിരി കാഴ്ചകളുണ്ട്. ഈ പോകുന്ന വഴിക്ക് ഈ ഒരുപാട് വാഴത്തോട്ടങ്ങളും ഇതെല്ലാം മാവും തോട്ടം. മാവെല്ലാം നിറഞ്ഞു പൂത്ത് നിൽക്കുകയാണ്. എന്ത് പറഞ്ഞാലും ഇത് കാഴ്ചയ്ക്ക് നല്ല മനോഹരമാണ് കേട്ടോ. പെട്ടെന്ന് അവിടെ വണ്ടി നിർത്തി നമ്മളെല്ലാവരും ഇറങ്ങി. പിള്ളേരൊക്കെ അവരുടേതായ കുറേ ഫോട്ടോകൾ എടുക്കുകയും സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾക്ക് സമയം വളരെ കുറവായതുകൊണ്ട് അധികം വെയിറ്റ് ചെയ്യാതെ നമ്മൾ വേഗം തന്നെ പോയി. അവിടെ നമ്മളടുത്ത് കൂടല്ലൂർ എന്ന് പറഞ്ഞ ഒരു കൊച്ചു സിറ്റിയിലേക്കാണ് ചെല്ലുന്നത്. ഒരുപാട് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു ചെറിയ ടൗൺഷിപ്പാണ് ഈ കൂടല്ലൂർ എന്ന് പറയുന്ന സ്ഥലം. കമ്പത്തിനടുത്ത് ഉള്ളൊരു സ്ഥലമാണ്. ഇപ്പം നമ്മളിവിടെ സ്ഥിരമായിട്ട് ഈ വഴിക്ക് പോകുമ്പോൾ എല്ലാം നമ്മൾ കയറി ചായ കുടിക്കുന്നൊരു കടയുണ്ട്. നമുക്കിന്ന് ഫസ്റ്റിൽ അവിടെ തന്നെ കയറിയേക്കാം. അവിടെ ചെന്നൊരു ചായയൊക്കെ കുടിക്കാം. ഇതാ പലഹാരങ്ങൾ കണ്ടോ, എന്ത് ജാതി പലഹാരങ്ങളാണ് അവിടെ നോക്കി. കൂടുതലും മധുരമുള്ള പലഹാരങ്ങളാണ് കാണാനുള്ളത്. ഇഷ്ടംപോലെ പലഹാരങ്ങൾ. നമുക്ക് ഈ പലഹാരങ്ങളും കടയൊക്കെ ഒന്ന് കാണാം. നമ്മളാണ് ഓർഡർ. നിങ്ങളുടെ പേരെന്താ പേര്? പാണ്ഡ്യൻ. എങ്ങനെയുണ്ടോ വടയൊക്കെ? എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെയുണ്ട്? സൂപ്പർ. അതെങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ലഡു എങ്ങനെയുണ്ട്? ലഡു സൂപ്പർ ലഡു അല്ലേ? നമ്മൾ ആ കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വെളിയിലിറങ്ങി നേരെ ഓപ്പോസിറ്റ് മായ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലുണ്ട്. അവിടെ കയറി നമ്മൾ വൈകിട്ട് കഴിക്കാനുള്ള പൊറോട്ടയും ബിരിയാണിയൊക്കെ പാഴ്സലായിട്ട് മേടിച്ച് നമ്മൾ നേരെ പോരുകയാണ്. പോരുന്ന വഴിക്ക് ലോരക്കാമ്പാകാറാകുമ്പോഴത്തേന് പിന്നെ വനത്തിലേക്ക് കയറി. വനത്തിൽ കയറി കഴിയുമ്പം ഇവിടെ ഒരു കാഴ്ചയുണ്ട്. അത് നിങ്ങൾക്ക് നേരിട്ട് കാണാം.
ഇട്ട് നോക്കിക്കോ. കാണാൻ സാധിക്കുന്നവർക്ക് കാണാം. ഇതാ നിൽക്കുന്നു, കണ്ടോ? അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഒരു 2-3 മണിക്കൂറത്തെ ഒരു യാത്ര ഉണ്ടായിരുന്നുള്ളൂ. ആപ്പാടെ ചെറിയൊരു ട്രിപ്പല്ലേ, രാകേഷിൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി പോയതല്ലേ. ചെന്നു, ഒരു കാപ്പി കുടിച്ചു, തിരിച്ചു പോന്നു. ഇത്രയേ ഉള്ളൂ.